Hello guys, welcome back to the newspaper analysis session brought to you by Island IS Ignite Foundation. It's been quite a couple of days since we last met. So ഇന്ന് നമ്മൾ മേജർലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആസ് യു ക്യാൻ സി ഒക്ടോബർ 19th and 20th ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇന്ന് ഒക്ടോബർ 21st ആണ്, ബട്ട് ഇന്ന് നമുക്ക് ന്യൂസ് പേപ്പർ ഇല്ല. ദ ഹിന്ദു ആസ് വെൽ ആസ് ഇന്ത്യൻ എക്സ്പ്രസ് രണ്ടും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂഷ്വലി സൺഡേസിൽ നമ്മൾ അങ്ങനെ എടുക്കാറില്ല എന്നുണ്ടെങ്കിലും ആർട്ടിക്കിൾസ് നമ്മൾ പിക്ക് ഔട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 19th സൺഡേയുടെയും ഇന്നലെ വന്നിട്ടുള്ള ബോത്ത് ദ ഇന്ത്യൻ എക്സ്പ്രസ് ആസ് വെൽ ആസ് ദ ഹിന്ദു രണ്ടിലെ ആർട്ടിക്കിൾസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ബിഫോർ ദാറ്റ് ആക്ച്വലി ഐ ഹോപ്പ് യു ഹാഡ് എ വെരി വണ്ടർഫുൾ ദിവാലി ഹോളിഡേ. അപ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ട് എന്താ പറയുക, ഫാമിലിയോടൊപ്പം ഒക്കെ നല്ല പടക്കമൊക്കെ പിടിച്ചാണെന്ന് വിചാരിക്കുന്നു. ബട്ട് റൈറ്റ് നൗ ഇറ്റ്സ് ടൈം ടു റീസ്റ്റാർട്ട് അവർ സ്റ്റഡീസ്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകണം. പുതിയ ബാച്ച് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒക്ടോബർ 22nd. നാളെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതോടെ ആക്ച്വലി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻസ് ഫോർ നൗ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് മേജർ സബ്ജക്ട്സ് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ബാച്ചും കൂടെ വരാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മുടെ മേജർ സബ്ജക്ട്സ് ആയിട്ടുള്ള പോളിറ്റി, എക്കണോമി, ജോഗ്രഫി ഇതിൻ്റെയൊക്കെ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസ് തന്നെ വരുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് സീരിയസ് സ്റ്റഡീസിലേക്ക് നമ്മൾ മാറുകയാണ്. പക്ഷെ എന്നാലും ഹോപ്പ് യു ആർ ഏബിൾ ടു ഫോളോ ദാറ്റ്. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡെഫിനറ്റ്ലി അറിയിക്കാം കേട്ടോ. വി ആർ ഓൾവേസ് ഓപ്പൺ ടു ദ സജഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ ഫോംസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ മാക്സിമം അതിനകത്ത് നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള സജഷൻസ് നിങ്ങൾ കൂട്ട് ചെയ്യുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സജഷൻ അനുസരിച്ച് വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് മേജർ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. പക്ഷേ ഓൾ ഓഫ് ദം ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ബിഫോർ ഇറ്റ് സെൽഫ്. നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറേ ഇഷ്യൂസിനെ കുറിച്ച് തന്നെയാണ് ഇന്നും നമുക്ക് വീണ്ടും വന്നിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ എടുത്തൊരു ആർട്ടിക്കിളായിരുന്നു നമ്മുടെ മാവോയിസ്റ്റ് ഇൻസർജൻസിനെ കുറിച്ച്. ടോപ്പ് ലീഡേഴ്സ് സറണ്ടർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിളാണ്, ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു ആക്ച്വലി ഒരു നല്ലൊരു ഡേറ്റ പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആക്ച്വലി ഇത് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഗ്രീൻ ക്രാക്കേഴ്സിനെ കുറിച്ച് ചെറിയ ചെറിയ ആർട്ടിക്കിൾസ് നമ്മൾ കുറച്ച് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിളും പിന്നെ ദീപാവലിക്കല്ലേ ഗ്രീൻ ക്രാക്കേഴ്സൊക്കെ അനുവദിച്ചു നമ്മൾ കണ്ടു. അപ്പോൾ അതിന് ശേഷം എന്താണ് പ്രത്യാഘാതം ഉണ്ടായത് ഡൽഹിയിൽ എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ടും തന്നെ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. പിന്നെ ദ എലിഫൻറ്റ് ഇൻ ദ റൂം എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഒരു ലാസ്റ്റ് വീക്ക് നമ്മൾ ഒരു അനശ്വര മാമിൻ്റെ ഒരു അടുത്തൊരു സെഷനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിഫൻറ്റ് സർവേനെ കുറിച്ചും അതിനകത്ത് ഒരു ഡിപ്പ് ഇൻ ദ പോപ്പുലേഷൻ ഉണ്ടായെന്നുള്ള കാര്യം. അപ്പോൾ അതിന് നമ്മൾ മേജർലി നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അതിനകത്ത് കുറച്ച് ചെറിയ കാര്യങ്ങൾ നമുക്ക് നല്ലൊരു ഇന്നലത്തെ ഒരു FAQ പേജിനകത്ത് വന്നൊരു ആർട്ടിക്കിളുണ്ട്. അപ്പോൾ നല്ലതായതുകൊണ്ട് മാത്രം ജസ്റ്റ് നമുക്കൊന്ന് പ്ലേസ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ഇതായിരിക്കും നമ്മൾ ഇന്നത്തെ 3 ലീഡിങ് ആർട്ടിക്കിൾസ്. പിന്നെ ചന്ദ്രയാൻ ട്രൂവിൻ്റെ ഒരു ചേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേലോഡുണ്ട്. അപ്പോൾ അത് കുറച്ച് ഒബ്സർവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ലൂണാർ എക്സോസ്ഫിയർ, അതിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് എന്താണെന്നൊന്ന് കാണാം, എന്ത് പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കണമെന്ന് കാണാം. പിന്നെ ആക്ച്വലി ഒരു ആർസനിക് ഇൻ ദി സോയിൽ ആൻഡ് റൈസ് ഈൽഡിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇന്നലത്തെ ഒരു ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു സയൻസ് പേജിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്, അത് കാണാം. പിന്നെ കുറച്ച് പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അത് ബീഹാറിലെ ഇലക്ഷനെ സംബന്ധിച്ച് അവിടെ ഒരു പുതിയൊരു പാനൽ വരുന്നുണ്ട്. അതെന്താണ് നമുക്ക് കാണാം. എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൻസിൻ്റെ ഒരു ഡിഫൻസ്, അതായത് സ്പീഷീസിൻ്റെ യുണീക്ക് ബിഹേവിയേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യം അത് PYQവിൽ നമുക്ക് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം നമുക്ക് ആർട്ടിക്കിൾ വരുമ്പോൾ കാണാം. പിന്നെ വേറൊരു ഫെസ്റ്റിവലിൻ്റെ കാര്യം അത് നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ക്വിക്കായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ബിക്കോസ് കുറച്ചധികം ആർട്ടിക്കിൾസ് ഉണ്ട് ആൻഡ് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് അതിനകത്ത് എന്തൊക്കെ പിക്ക് ഔട്ട് ചെയ്യാമെന്നുള്ള കാര്യം മാത്രമായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കാണുന്നത് പോലെ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് തന്നെ ഫോർ എ ന്യൂ പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വിത്ത് ദി സറണ്ടർ ഓഫ് കീ മാവോയിസ്റ്റ് ലീഡേഴ്സ് പീസ് ഇസ് നൗ പോസിബിൾ എന്ന് ഹിന്ദു തന്നെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ദ ഡേറ്റ ഓൾസോ ഷോസ് ദാറ്റ് ദി മാവോയിസ്റ്റ് ഇസ് ഇൻ എ സ്റ്റീപ്പ് ഡിക്ലൈൻ. മാവോയിസ്റ്റ് ഇൻസർജൻസി എന്ന് പറയുന്നത് സ്റ്റീപ്പ് ഡിക്ലൈൻ ആണ്. വൺസ് ഇറ്റ് വാസ് ടേംഡ് ബൈ ദി ഫോർമർ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആസ് ദി ഗ്രേറ്റസ്റ്റ് ഇന്റേണൽ സെക്യൂരിറ്റി ത്രെറ്റ് ഓഫ് ഇന്ത്യ നമ്മൾ കണ്ടു. ഗ്രേറ്റസ്റ്റ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ത്രെറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് PM മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളുടെ ഒരുപാട് എഫേർട്സ് ഫ്രം ദി ഗവൺമെൻറ്, ഫ്രം ദി സെക്യൂരിറ്റി ഫോഴ്സസ്, ഫ്രം ദി പീപ്പിൾ ദെയർ. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് അത് ഇപ്പോൾ നമ്മൾക്ക് ഇൻസർജൻസി കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതെന്താണ് നമുക്ക് കാര്യങ്ങൾ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് ഏകദേശം ഒരു 170+ ഓളം നമ്മൾ റെഡ് കോറിഡോർ എന്ന് നമ്മൾ വിളിക്കും. ആ റെഡ് കോറിഡോറോളം ഈ മാവോയിസ്റ്റ് ഇൻസർജൻസി ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ആകെ 11 ഡിസ്ട്രിക്റ്റിൽ മാത്രമേ അതിൻ്റെ പ്രസൻസ് ഉള്ളൂ. അതിൽ തന്നെ വളരെ കോർ ഏരിയാസ് എന്ന് പറയുന്നത് ഒരു 3 ഡിസ്ട്രിക്റ്റാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
പറഞ്ഞിരുന്നു. 3 ഛത്തീസ്ഗഡിലാണ് വരുന്നത്. അത് ഈ സുക്മ ഡിസ്ട്രിക്റ്റ്, ബീജാപൂർ ഡിസ്ട്രിക്റ്റ് ആൻഡ് നാരായൺപൂർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഡിസ്ട്രിക്റ്റും ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലാണ് വരുന്നത്. കോർ ഏരിയാസ് അതല്ലെങ്കിൽ തന്നെ ഒരു 11 ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഇപ്പോൾ അതിൻ്റെ എന്താ പറയുക പ്രസൻസ് കണ്ടുവരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെറ്റ് ആയിരുന്നത് ഇപ്പോൾ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ദി അഡാപ്റ്റഡ് കൗണ്ടർ ഇൻസർജൻറ്റി ടാക്ടിക്സ് ബൈ ദി സെക്യൂരിറ്റി ഫോഴ്സസ്. പിന്നെ ലൈക്ക് എന്താ പറയുക ആ ഒരു ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക സക്സസീവ് ഗവൺമെൻറ്റ്സ്, നോട്ട് ജസ്റ്റ് സെൻട്രൽ ഓർ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്, മാറി വരുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് തന്നെ അതിൻ്റെ ഒരു ലോങ് ടേം പോളിസി എന്നുള്ള രീതിക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു സിലബസ് പോയിന്റ് തന്നെ നമുക്ക് ആക്ച്വലി പഠിക്കാനായിട്ടുള്ളത് ലിങ്കേജസ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ദി സ്പ്രെഡ് ഓഫ് എക്സ്ട്രീമിസം. അപ്പോൾ നമ്മൾ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെവലപ്മെൻറ്റൽ ഡെഫിസിറ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രൈമറി റീസൺ ഫോർ ഈ ഒരു എന്താ പറയുക നക്സലിസം, മാവോയിസ്റ്റ് ഇൻസർജൻസിയൊക്കെ കൂടി വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സിംഗിൾ പോയിന്റ് റീസൺ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ഡെഫിസിറ്റ് ആണ്. ആ ഡെവലപ്മെൻറ്റൽ ഡെഫിസിറ്റ് ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു പീപ്പിളുടെ ഇടയിലുള്ള ട്രസ്റ്റ് ഇല്ലാതെയാവും. അങ്ങനെയാണ് അവർ ഓൾട്ടർനേറ്റീവ് സ്ട്രക്ചേഴ്സിലേക്ക് പോകുന്നത്. അതായത് ഗവൺമെൻറ്റിൽ വിശ്വാസമില്ലാതെ അവിടുത്തെ മാവോയിസ്റ്റ് അവരൊരു പുതിയ ഓൾട്ടർനേറ്റീവ് സ്ട്രക്ചേഴ്സ് കൊണ്ടുവരുമ്പം അതിൽ വിശ്വാസം അർപ്പിച്ച് അവരെ ഒറ്റിക്കൊടുക്കാതിരിക്കുന്നു. അങ്ങനെയാണ് ഇത് വളർന്നു വന്നത്. പക്ഷേ നമ്മുടെ ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ടാക്ടിക്സും ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫോഴ്സസ്, ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ചെയ്യുന്നത് മൂലം അവിടെ വലിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. അതാണ് ഇതിനകത്ത് മേജർ ആയിട്ടുള്ള ആക്സിലറേറ്റിംഗ് ദ ഡെവലപ്മെൻറ്റൽ വർക്ക്സ് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ, കാരണം അവർ ഓൾട്ടർനേറ്റീവ് ഗവർണൻസ് സ്ട്രക്ചേഴ്സ് ഇതായിരുന്നു മാവോയിസ്റ്റ് ആക്ച്വലി ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഈ മാവോയിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഈ ഒരു പോളിസി അവർ ചെയ്യുമ്പം നമ്മൾ സ്റ്റേറ്റ് അവിടെ പ്രസൻസ് ഇല്ല, സ്റ്റേറ്റിനെക്കാട്ടിലും അവർക്ക് ചെയ്യാം എന്നുള്ളൊരു വിശ്വാസം അവർ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ അതിനെയാണ് നമ്മൾ ആക്ച്വലി മാറ്റിക്കൊണ്ടിരുന്നത്. ദേ എക്സ്പെക്റ്റഡ് സപ്പോർട്ട് ഫ്രം ദി ട്രൈബൽസ്, മെനി നഴ്സറിംഗ് ഡിസഫെക്ഷൻ ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ആംസ് എന്നുള്ള കാര്യം. അതായത് സ്റ്റേറ്റിൻ്റെ പ്രസൻസ് അവിടെ ഇല്ല, ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നില്ല, അത് കാരണം തന്നെ നമ്മൾ ആംസ് കരുതി പോരാടണം എന്നൊക്കെയായിരുന്നു അവരുടേത്. പക്ഷേ കൂടി കാലങ്ങൾ കഴിഞ്ഞ് വരുന്തോറും ആ ഒരു ട്രൈബൽ അൺട്രസ്റ്റ് മാറിക്കൊണ്ടിരുന്നു. ബിക്കോസ് വിത്ത് ദ റിസെൻറ്റ്മെൻറ്റ് ഓവർ ബീങ് ദം യൂസ്ഡ് ആസ് സ്പോൺസ് ഇൻ ദി മിലിറ്ററിസ്റ്റ് ബാറ്റിൽസ് അഗൈൻസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്. അതായത് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം എന്ന് പറയുന്നു, പക്ഷേ ഡെവലപ്മെൻറ്റ് ഈ ഇൻസർജൻസിനും കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവർ കൂടുതൽ ഫോക്കസ് എന്ന് പറയുന്നത് ആംഡ് സ്ട്രഗിൾ നടത്തുക, സ്റ്റേറ്റിനെതിരെ ആംഡ് സ്ട്രഗിൾ നടത്തുക എന്നുള്ളൊരു പോയിന്റിൽ മാത്രമായിരുന്നു. അവർക്കും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ബിക്കോസ് ദിസ് ഇസ് പാർട്ട്ലി ബിക്കോസ് മാവോയിസ്റ്റ് എന്താ പറയുക പ്രിവിലേജ്ഡ് ആംഡ് സ്ട്രഗിൾ പ്രിസർവ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക അവർ പ്രിഫേർഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അവർക്ക് ചിലപ്പോൾ സ്പെല്ലിംഗ് തെറ്റിയതായിരിക്കും, പ്രിഫേർഡ് ആം സ്ട്രഗിൾ ഓവർ ദി എക്കണോമിക് അപ്ലിഫ്റ്റ് ഓഫ് ദി ട്രൈബൽസ്. അപ്പോൾ അവർക്ക് ആംഡ് സ്ട്രഗിൾ മതി. അപ്പോൾ അതിന് ഇവരൊരു പോൺസ് ആയിട്ട്, അതായത് അവരുടെ കരുക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയുക സുപ്രീം കോർട്ടിൻ്റെ ആ ഒരു സൽവാർ ജുഡും കേസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് വീണ്ടും നമ്മൾ പറയുന്നതിൽ ഒരു വലിയ ആർട്ടിക്കിൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണലൈസേഷൻ ഓഫ് ദി ആൻറ്റി ഇൻസർജൻസി ഫോഴ്സസ് വീക്കൻ ദി മിലിറ്റന്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. ഓൾസോ ദ ട്രൈബൽ പീപ്പിൾ സോ മോർ ബെനിഫിറ്റ്സ് ഫ്രം എ പ്രൊആക്റ്റീവ് സ്റ്റേറ്റ് ഡിസ്പൈറ്റ് പെർസിസ്റ്റന്റ് ലിമിറ്റേഷൻസ്. അതായത് സ്റ്റേറ്റ് വരുന്നത് ലിമിറ്റേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് കാരണം ഒരുപാട് ഡെവലപ്മെൻറ്റ് ബെനിഫിറ്റ്സ് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു എന്താ പറയുക ഡിസൊല്യൂഷ്മെൻറ്റ് അമംഗ് ദി മാവോയിസ്റ്റ് ഐഡിയ. അതായത് മാവോയിസ്റ്റിന് മേലുള്ള ട്രസ്റ്റ് കുറഞ്ഞ് ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ മേളിൽ ട്രസ്റ്റ് കൂടി തുടങ്ങി. അപ്പോൾ അങ്ങനെ രീതിയിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു ഡേറ്റാ പോയിന്റ് ആണ്. ഈ ഡേറ്റാ പോയിന്റ് ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. റിഡക്ഷൻ ഇൻ ദി ജോഗ്രഫിക്കൽ സ്പ്രെഡ് ഓഫ് മാവോയിസ്റ്റ് ആക്ടിവിറ്റി ദിസ് ആക്സിലേറ്റഡ് ഇൻ ദ റീസെന്റ് ഇയേഴ്സ്. ഇതിനകത്ത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് മേ ബി ദെയർ ക്യാൻ ബി എ ക്വസ്റ്റ്യൻ 2025 ദ ഹയസ്റ്റ് എന്താ പറയുക നമ്പർ ഓഫ് സറണ്ടേഴ്സ് ബൈ ദി മാവോയിസ്റ്റ് എന്നുള്ള രീതിക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. കാരണം ഒരു നല്ല രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ച മാസങ്ങളോളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ പേര് സറണ്ടർ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇപ്പം ഈ ഒരു 2024-25 ആ ടൈമിൽ ഏകദേശം 1850 ആൾക്കാർ സറണ്ടർ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് നമ്പർ. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016 ഏറ്റവും ഹയസ്റ്റ് നമ്പർ നമുക്ക് ആക്ച്വലി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3000 ആൾക്കാർ ആ ഒരു ടൈമിൽ സറണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ക്യാൻ ബി എ പോസിബിൾ പ്രിലിംസ് ക്വസ്റ്റ്യൻ. ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ചിലപ്പോൾ വന്നേക്കാം. അത് ജസ്റ്റ് ഒന്ന് ഒരു പെർസ്പെക്റ്റീവ് ഒന്ന് ഓർത്തിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതുമായിട്ട് വരുന്ന എത്ര പേര് അതിനെ കൊല്ലപ്പെട്ടു, അതായത് നമ്മുടെ കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻ ബൈ ദി സെക്യൂരിറ്റി ഫോഴ്സസ്, അതിനകത്ത് ഏകദേശം ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ ഒരു 2024-25 ടൈമിലാണ്. ഏകദേശം 300 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു മാപ്പാണ്. ഈ ഒരു മാപ്പ് ഐ ഹോപ്പ് യു ക്യാൻ സീ വെരി ക്ലിയർലി. ഈ ഒരു മാപ്പ് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അത് നമുക്ക് ഇങ്ങനെ എത്ര ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണം എന്നല്ല, ഒരു ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏകദേശം 175 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. 175 ഡിസ്ട്രിക്ട്സ് ആയിരുന്നു 2013 നമുക്ക് നക്സൽ അഫക്റ്റഡ് ഏരിയാസ് ആയിരുന്നത്. പക്ഷേ 2018 ആയപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇപ്പോഴത്തെ ഒരു സ്റ്റാർക്ക് കമ്പാരിസൺ നമുക്ക്
അറിയാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ ഭാഗത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് ആ ഒരു റീജിയനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു 11 ഡിസ്ട്രിക്ട്സിലേക്കാണ് ഇപ്പോൾ 2025 നമുക്ക് നക്സൽ അഫക്റ്റഡ് ഏരിയാസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു മാപ്പ് ഇറ്റ് ക്യാൻ ബി റിപ്രൊഡ്യൂസ്. കാരണം ഒരു ഗ്രാജുവൽ ചേഞ്ച്, അതായത് ഓവർ ദ ലാസ്റ്റ് ഡെക്കേഡ് എങ്ങനെ ചേഞ്ച് വന്നു എന്നുള്ളത് പറയാൻ ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ നോട്ട്സിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ക്യാൻ ബി റിപ്ലിക്കേറ്റഡ് ഇൻ ദി എക്സാംസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ആർട്ടിക്കിളിലേക്ക് നമ്മൾ പോവുകയാണ്. ദിസ് ഇസ് എന്താ പറയുക, റിഗാർഡിംഗ് ദ ഗ്രീൻ ക്രാക്കേഴ്സ്. നമ്മൾ കണ്ടിരുന്നു നമ്മുടെ സുപ്രീം കോടതി ദേ ഹാഡ് അലൗഡ് ദി യൂസ് ഓഫ് ഗ്രീൻ ക്രാക്കേഴ്സ് ആഫ്റ്റർ ദേ ബാൻഡ് ഇറ്റ് ബാക്ക് ഇൻ 2018. അവർ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഗ്രീൻ ക്രാക്കേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. തൊട്ട് അടുത്ത ദിവസം തന്നെ, അതായത് ഇന്നലെ ദീപാവലി ആയിരുന്നു, ഇന്നത്തെ ദിവസം ആക്ച്വലി ഇന്നത്തെ പേപ്പറില്ല, ഇത് ഹിന്ദുവിലെ എന്താ പറയുക ഈ പേപ്പറല്ല, ബേസിക്കലി അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. അതിനകത്ത് ഡൽഹീസ് എയർ പൊല്യൂഷൻ ഇസ് 15 times ദാറ്റ് ഓഫ് ദി WHO ലിമിറ്റ്. സിവിയർ എയർ പൊല്യൂഷൻ ആണ് അവിടെ ആക്ച്വലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓവർ 120 സിറ്റീസിൻ്റെ ഡേറ്റ വെച്ച് നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ദി വേൾഡ്സ് മോസ്റ്റ് പൊല്യൂട്ടഡ്. ഡൽഹി ഈസ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ഇൻ ദ വേൾഡ് ആസ് ഓൺ ട്യൂസ്ഡേ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം. വേറെയും പല കാരണങ്ങളുണ്ട്. നമ്മൾ വേറൊരു ആർട്ടിക്കിൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഡൽഹിയിലെ പൊല്യൂഷൻ്റെ കാര്യമൊക്കെ. പക്ഷേ ദിസ് ഹാസ് അഗ്രവേറ്റഡ് ദി ഫിനോമിന. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഡിറ്റോറിയൽ നമുക്ക് നോക്കാം. ഇത് ദ ഹിന്ദുവിൽ ഇന്നലെ വന്നിട്ടുള്ള എഡിറ്റോറിയലാണ്. ഗ്രീൻ ക്രാക്കേഴ്സ് ആർ എ കോംപ്രമൈസ് ബിറ്റ്വീൻ ദി ഫെസ്റ്റിവൽസ് ആൻഡ് ദി പബ്ലിക് ഹെൽത്ത് എന്നുള്ള കാര്യം. കാരണം ഫയർ ക്രാക്കേഴ്സ് ആക്ച്വലി ഇപ്പോൾ ഒരു ലീഗൽ സാങ്ഷനോടെയാണ് വന്നേക്കുന്നത്. 2018 അതിനെ നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി. പക്ഷേ റൈറ്റ് നൗ ദേ അലൗഡ് ദി യൂസ് ഫോർ ദ ഗ്രീൻ ക്രാക്കേഴ്സ് അണ്ടർ കോസ് ദ ചാലഞ്ച് ബിക്കോസ് ദ പ്രഷർ ഫ്രം കൾച്ചറൽ നോംസ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി വൈൽ പ്രയോറിറ്റൈസിങ് പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയൺമെൻറ്റൽ സേഫ്റ്റി. ഇതിൻ്റെ കാര്യം എന്താ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ എന്താ പറയുക, പ്രഷർ ഫ്രം ദി കൾച്ചറൽ നോംസ് ആൻഡ് ഇത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പൊതുവേ എല്ലാവരും അതിങ്ങനെ ബാൻ ചെയ്ത സമയത്ത് ഭയങ്കര പ്രൊട്ടസ്റ്റും കാര്യങ്ങളും അതെങ്ങനെ ചെയ്യും, ഇതിന് മാത്രം അങ്ങനെ കേർബ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റിലീജിയസ് ലൈൻസിലൊക്കെ സംസാരങ്ങളൊക്കെ വന്നു. ലൈക്ക് ഹിന്ദുസിൻ്റെ പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ബാൻ ചെയ്യുന്നത്, വേറെ പരിപാടികൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ നറേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും റീഇൻട്രൊഡക്ഷൻ ചെയ്ത സമയത്ത് എന്താ പറയുക ഒരു ലെസ് പൊല്യൂട്ടിങ് ആയിട്ടുള്ള രീതിക്കാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ ഓർക്കേണ്ടത് അത് ലെസ് പൊല്യൂട്ടിങ് ആണ്, നോൺ പൊല്യൂട്ടിങ് ആയിട്ടുള്ള ഒരു ക്രാക്കേഴ്സ് അല്ല. അത് ഗ്രീൻ ക്രാക്കേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ നോട്ട് കംപ്ലീറ്റ്ലി ഗ്രീൻ, അത് ക്ലീൻ അല്ല, ലെസ് പൊല്യൂഷൻ മേക്ക് ചെയ്യുന്ന ഒരു സാധനം മാത്രമേ ആവുന്നുള്ളൂ. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതി ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് recognizes that the use of fireworks is an integral cultural expression of joy during the festival of lights. ഇപ്പോൾ ദീപാവലിയുടെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ടാണെന്ന് സുപ്രീം കോടതിയും ഒരു ടെസിറ്റ് അപ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് നേരത്തെ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് കണ്ടു. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാൻ കാരണം ഈ ഒരു ഫയർ ക്രാക്കേഴ്സ് ആ ഒരു ലൈവ്ലിഹുഡ്, ഒരുപാട് മില്യൺസ് ഓഫ് പീപ്പിളുടെ ലൈവ്ലിഹുഡ്, ലാക്സ് ഓഫ് പീപ്പിൾസിൻ്റെ ലൈവ്ലിഹുഡ് എഫക്റ്റ് ചെയ്യും. ബിക്കോസ് ആ ഫയർ ക്രാക്കർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എക്കണോമിയുടെ ഒരു നല്ലൊരു പാർട്ടായിട്ടാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ശിവകാശി എന്ന് പറയുന്ന ഏരിയനകത്തൊക്കെ അവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ വിറ്റുവരവ് കുറയുന്ന പറയുമ്പോൾ എൻവയൺമെൻറ്റൽ സേഫ്റ്റി ഈസ് പ്രൈമർലി, പക്ഷേ ആൾക്കാരുടെ എക്കണോമിക് കാര്യങ്ങളും വരുന്നത് ഈ പ്രഷർ ഫ്രം ദി എക്കണോമി ആസ് വെൽ ആസ് കൾച്ചർ നോംസ് വേഴ്സസ് ദി എൻവയൺമെൻറ്റൽ ഇമ്പാക്ട് ഓഫ് ദി പൊല്യൂഷൻ ദാറ്റ് ഇറ്റ് കോസസ് എന്നുള്ള രീതിക്ക് അതിനകത്ത് പറയുന്നത്. അതിൻ്റെ ഒരു ബാലൻസ് ആണ് നമ്മളിപ്പോൾ സ്ട്രൈക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ നമുക്ക് ദിസ് ഷുഡ് ബി സീൻ ആസ് ഓൺലി എ ട്രാൻസിഷൻ, ഇതൊരു സൊല്യൂഷൻ അല്ല. ഗ്രീൻ ക്രാക്കേഴ്സും നമുക്ക് പതിയെ നിർത്തണം, നോൺ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ക്രാക്കേഴ്സിലേക്ക് നമ്മൾ മാറണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഡൽഹിയിൽ നമ്മൾ നേരത്തെ പണ്ട് വേറൊരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇറ്റ് ഇസ് എൻ ഇൻ്റർപ്ലേ ഓഫ് മെറ്ററോളജി, എക്കണോമിക് സ്ട്രക്ചേഴ്സ്, പോപ്പുലേഷൻ, ജോഗ്രഫി, അവിടുത്തെ ടോപ്പോഗ്രഫിക്കലായിട്ടുള്ള തന്നെ നമ്മളിപ്പോൾ കണ്ടു. എയറൊക്കെ അവിടെ വന്ന് അവിടെ സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കുന്ന ഈ ഒരു ടൈമിൻ്റെ ഒരു കുറേ ഇഷ്യൂസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനെയൊക്കെ അഗ്രവേറ്റ് ചെയ്യുകയാണ് ഈ ഒരു പൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എയർ ക്വാളിറ്റി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്സിനെ കുറിച്ച് പല സോഴ്സസ് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതിൻ്റെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റബിൾ ബേണിംഗ് ഒരു ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം, ഇൻഡസ്ട്രീസ്, അതിൽ ആ ഡൽഹിയുടെ ഏരിയയിൽ ചുറ്റിലും നിൽക്കുന്ന, അതായത് NCR നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയും, NCR റീജിയന് ചുറ്റും ഇരിക്കുന്ന തെർമൽ പവർ പ്ലാന്റ്സ്, അതാണ് ഏറ്റവും വലിയ എന്താ പറയുക ലൈക്ക് വൺ ഓഫ് ദി മേജർ പൊല്യൂട്ടിങ് എന്താ പറയുക സോഴ്സസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അഗ്രികൾച്ചറൽ വേസ്റ്റ് ബേണിംഗ്, അതാണ് ഈ സ്റ്റബിൾ ബേണിംഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ബയോമാസ് ബേണിംഗ്, കൺസ്ട്രക്ഷൻ, അവിടുത്തെ റോഡ് ഡസ്റ്റ്, ഇതൊക്കെ അവരുടെ കാരണമായി വരികയാണ്. പക്ഷേ ഈ രീതിയിൽ ഗ്രീൻ ക്രാക്കേഴ്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രാക്കേഴ്സ് ഡ്യൂറിംഗ് ദി ദിവാലി ഇറ്റ് ക്രിയേറ്റ്സ് എ സ്പൈക്ക് ദാറ്റ് ഇസ് ഓൾറെഡി ബാഡ് ആയിട്ടുള്ള ഒരു എയർ കണ്ടീഷനെ വേഴ്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് നൗ നമ്മൾ സയൻറ്റിഫിക്കലി ഡെവലപ്പ് ചെയ്തതാണ് ഈ ഗ്രീൻ ക്രാക്കേഴ്സ്. ഇറ്റ് ഇസ് ലൈക്ക് 2/3 ലെസ് നോക്ഷ്യസ് ആണ്. പക്ഷേ ഇതൊരു ടെമ്പററി എന്താ പറയുക സൊല്യൂഷൻ വേണ്ടി മാത്രമാണ്. ഇതൊരു നോൺ സീറോ എമിഷൻ പ്രോഡക്റ്റ് അല്ല ഇതിനകത്ത് ഇപ്പോൾ വന്നേക്കുന്നത്. ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടു എന്ന് മാത്രം. അതായത് നമ്മുടെ ട്രഡീഷനെ റെസ്പെക്റ്റ് ചെയ്യുക, എന്നാൽ എൻവയൺമെൻറ്റിന് ഭയങ്കര ഹാംഫുള്ളായിട്ട് ഫുൾ ക്രാക്കേഴ്സിനെ അനുവദിച്ച് കൊടുക്കാതെ ഇരിക്കുക. അപ്പോൾ അതിനൊരു മിഡിൽ പാത്താണ് നമ്മളിപ്പോൾ നോക്കിയേക്കുന്നത്. പക്ഷേ ഇത് പോരാ.
കാരണം ഇതിൽ തന്നെ നമുക്ക് 15 ടൈംസ് ദി WHO ലിമിറ്റിലേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. കാരണം ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. WHO നമുക്ക് ഈ PM2.5 പർട്ടിക്കുലേറ്റ് മാറ്റർ നമ്മൾ പറയും, PM2.5 PM10, ബാക്കിയുള്ള കാര്യം നമ്മളിപ്പോൾ നോക്കണ്ട. PM2.5 PM10 എന്ന് പറയുന്നതിനൊക്കെ ബേസിക്കലി 2005 ഇത്രയും ആക്ച്വലി അനുവദനീയമായിരുന്നു. ആനുവൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ആനുവൽ അല്ലെങ്കിൽ 24 hours ഏതെങ്കിലും ഒരു ഡേറ്റ മാത്രം നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. അത് തന്നെ പക്ഷേ ഒരു ഭയങ്കര ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഡിക്ലൈൻ അവർ കൊണ്ടുവന്നു. അതായത് 5 എന്താ പറയുക മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആ ഒരു രീതിയിൽ വേണം ഈ എന്താ പറയുക 2.5 എന്ന് പറയുന്നത്. മറ്റേത് PM10 15 എന്നുള്ള രീതിക്ക്. അപ്പോൾ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് നല്ല ഒരു എയർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു 15 ടൈംസോളം നമുക്ക് ഇപ്പോഴത്തെ പ്രിസ്ക്രൈബ്ഡ് ക്വാണ്ടിറ്റിനെക്കാട്ടിലും ആ ഒരു PM2.5 ലെവൽസ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയേണ്ടത്. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ക്രാക്കേഴ്സിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. നമ്മൾ കണ്ടിരുന്നു CSIR നീതി എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഇനിഷ്യേറ്റീവാണ്. അവർ അപ്രൂവ് ചെയ്യുന്ന ക്രാക്കേഴ്സിനെയാണ് നമ്മൾ ഗ്രീൻ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് QR കോഡ്സ് ഉണ്ടാവും, അതിന് ട്രേസബിൾ ആണ്. പക്ഷേ എത്രത്തോളം പ്രാക്ടിക്കലി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ഇത് കണ്ടോ, വാട്ട് മേക്സ് ദ ഗ്രീൻ ക്രാക്കേഴ്സ് ഗ്രീൻ. ഇതിനകത്ത് നമ്മൾ ചില കോമ്പൗണ്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രഡീഷണലി ദോസ് ക്രാക്കേഴ്സ് കണ്ടെയ്ൻ പൊട്ടാഷ്യം നൈട്രേറ്റ്, ബേരിയം നൈട്രേറ്റ്. നമ്മൾ പറഞ്ഞിരുന്നത് ബേരിയം നൈട്രേറ്റ് ആണ് ഒരു കളർ ഇതായത് പൂത്തിരിയൊക്കെ കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ കളർ വരില്ല, പ്രത്യേകിച്ച് ഗ്രീനിഷ് കളറൊക്കെ വരാനായിട്ട് ആ ഒരു ബേരിയം നൈട്രേറ്റ് ആണ്. പക്ഷേ ഇറ്റ് ഈസ് ഈക്വലി ദാറ്റ് മച്ച് പൊല്യൂട്ടിങ്, കളർഫുൾ ആകുന്ന അത്രയും തന്നെ ഭയങ്കര പൊല്യൂട്ടിങ്ങുമാണ് ആ സംഭവം. അപ്പോൾ ആ ബേരിയം നൈട്രേറ്റിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള നമ്മുടെ ഒരു ക്രാക്കേഴ്സാണ് ഈ ഒരു ബേരിയം നൈട്രേറ്റ് ആസ് വെൽ ആസ് അതർ പാർട്സ് ലൈക്ക് അലുമിനിയം. ഈ അലുമിനിയം പൗഡർ, സൾഫർ ഇതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ബേരിയം നൈട്രേറ്റിനെ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് അലുമിനിയം സാധനത്തിനെ ഒഴിവാക്കുന്ന അങ്ങനെ ഒരു എന്താ പറയുക ലെസ് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് ഗ്രീൻ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് പ്രൊഡ്യൂസ് ദ ബ്രില്യൻ കളേഴ്സ്. പക്ഷേ എല്ലാ PM2.5 PM10 എന്താ പറയുക സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ് ഇതെല്ലാം തന്നെ അത് എമിറ്റ് ചെയ്യുന്നതാണ് ഈ ബേരിയം നൈട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പം റൈറ്റ് നൗ ഇപ്പോൾ എന്താ പറയുക ടോക്സിക് മെറ്റൽസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനും പിന്നെ അഡിറ്റീവ്സ് ദാറ്റ് വിൽ സപ്രസ് ദി ഡസ്റ്റ് എന്നുള്ള രീതിക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത് തന്നെ 3 പേരിലാണ് ഇതിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. സ്വാസ് എന്ന് പറയും, സേഫ് വാട്ടർ റിലീസർ, സ്റ്റാർ സേഫ് തെർമൽ ക്രാക്കേഴ്സ് ആൻഡ് സഫൽ സേഫ് മിനിമം അലുമിനിയം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാസ്, സ്റ്റാർ ആൻഡ് സഫൽ ദീസ് ടേംസ് റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് ആർ ഇൻ എന്താ പറയുക റിലേഷൻ ടു വാട്ട് എന്നുള്ള രീതിക്ക് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അത് ഗ്രീൻ ക്രാക്കേഴ്സ് ആണെന്നും അല്ലെങ്കിൽ പൊല്യൂഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഇതാണെന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് ആണെന്നും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ ഈ ഒരു 3 ടേം സീൻ ഇൻ ന്യൂസ് corresponds to green crackers എന്നുള്ള കാര്യം നോക്കി വെക്കുക. അപ്പോൾ they typically replace the barium nitrates with potassium nitrate and limit the aluminum content and add compounds like zeolite and iron oxide to capture soot എന്നുള്ള കാര്യം. സൂട്ട് എന്ന് പറയുന്ന ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ പോലെ മനസ്സിലാക്കിയാൽ മതി. ഒരു നമ്മൾ കാർബൺ ആണ് അതിൻ്റെ സൂട്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതിനകത്ത് സിയോലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൂട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അഡ്സോർബൻ്റ് ആണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ സ്വാസ്, സഫൽ ആൻഡ് ഈ പറഞ്ഞ സ്റ്റാർ എന്ന് പറയുന്നത് ഈ 3 നമ്മൾ ഗ്രീൻ ക്രാക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പക്ഷേ നമുക്കിതിനകത്ത് ക്ലീനറാണ്, പക്ഷേ നോട്ട് പൊല്യൂഷൻ ഫ്രീ. കാരണം എന്താ, റീപ്ലേസിംഗ് ബേരിയം നൈട്രേറ്റ് ഹാസ് വെരി ഗുഡ് ബെനിഫിറ്റ്സ് ബിക്കോസ് ആ ഗ്രീൻ ഫ്ലെയിം ഇറ്റ് ഇസ് എന്താ പറയുക റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രീൻ ഫ്ലെയിം, പക്ഷേ ഇറ്റ് ഇസ് ഹൈലി സോലുബിൾ ആൻഡ് ക്യാൻ കോസ് ലങ് ആൻഡ് ഹാർട്ട് ടോക്സിസിറ്റി എന്ന് നമ്മൾ പറയുന്നു അതായത് ബേരിയം നൈട്രേറ്റ് മാറുന്ന സമയത്ത്. പക്ഷേ ഈവൻ ദ ഗ്രീൻ റെസിഡ്യൂസ് കണ്ടാമിനേറ്റ് ദ സോയിൽ എന്നുള്ള കാര്യമാണ് നമുക്ക് റിസർച്ചിലൂടെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ട്രഡീഷണൽ ഫയർ ക്രാക്കേഴ്സിനായിട്ടും കുറവാണ്, പക്ഷേ സ്റ്റിൽ ദേ കണ്ടാമിനേറ്റ് ദ സോയിൽ. ഓൾസോ വേറൊരു കാര്യം, അൾട്രാ ഫൈൻ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് വിത്ത് ഗ്രീൻ ക്രാക്കേഴ്സ് വൈൽ ദ എമിഷൻസ് fall actually, but some studies report a rise in the ultra fine particles, the particles which are smaller than 100 nanometer. അപ്പോൾ എത്രത്തോളം പാർട്ടിക്കിൾസ് ഫൈൻ ആവുന്നോ അത്രത്തോളം എളുപ്പമാണ് നമ്മുടെ ലങ്സിലോട്ടൊക്കെ നമ്മുടെ ഇന്റേണൽ വൈറ്റൽ ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസിലേക്ക് നമ്മുടെ സെൽ മെംബ്രെയിനൊക്കെ പെർക്കുലേറ്റ് ചെയ്ത് കയറി പോകാൻ അതിന് എളുപ്പമോ. അപ്പോൾ ലെസർ ദി സൈസ് ദ മോർ അഡ്വേഴ്സ് ഇമ്പാക്ട് ഇറ്റ് ക്യാൻ കോസ്റ്റ് ഹ്യൂമൻ ഹെൽത്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ PM10 PM2.5 ആണ് നമുക്ക് കുറച്ച് കൂടുതൽ എന്താ പറയുക ഡാമേജിങ് ടു ദി ലങ്സ് ആസ് വെൽ ആസ് ദി ഹ്യൂമൻ സിസ്റ്റത്തിന് തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിനേക്കാട്ടിലും ചെറുത്. അപ്പോൾ അൾട്രാ ഫൈൻ പാർട്ടിക്കിൾസിൻ്റെ ഒരു വലിയ ഇതുണ്ട്. ദേ ആർ ഇൻവിസിബിൾ, പക്ഷേ ദേ ആർ ഹൈലി പെനിട്രേറ്റീവ് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് നോക്കാനായിട്ടുള്ളത്. 138% ജമ്പാണ് ആ പാർട്ടിക്കിളിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത് 2019 ആ ഒരു യൂസ് ഓഫ് ഗ്രീൻ ക്രാക്കേഴ്സിൻ്റെ സ്റ്റഡി നടത്തിയപ്പോഴത്തേക്ക് 2019 സ്റ്റഡി പ്രകാരം കേട്ടോ. അപ്പോൾ ദേ വിൽ ദീസ് ആർ ടൈനി മാസ്, ദേ ക്യാൻ ട്രാവൽ ഡീപ്പ് ഇൻ ടു ദ ലങ്സ് ആൻഡ് ബ്ലഡ് സ്ട്രീംസ് ആൻഡ് പോസ്റ്റ് സീരിയസ് ഹെൽത്ത് റിസ്ക്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഗ്രീൻ ക്രാക്കേഴ്സിനകത്ത് കുറച്ച് ചാലഞ്ചസ് ഉണ്ട് ഇംപ്ലിമെൻറ്റേഷനകത്ത്. ഒന്ന്, നമ്മളത് അത്ര പർട്ടിക്കുലറായി സേഫ് അല്ലാന്ന്
കണ്ടു, മറ്റത് ചാലഞ്ചസ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓൾസോ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ QR കോഡും ലോഗോയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് ഓതൻറ്റിസിറ്റി വെരിഫൈ ചെയ്യാനാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. കൗണ്ടർഫീറ്റ് പ്രോഡക്ട്സ് ആർ ഓൾസോ ദെയർ, മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദി കൺസ്യൂമേഴ്സ് ടു ഗ്യാരണ്ടി ദാറ്റ് ദിസ് ഇസ് പർട്ടിക്കുലർലി എ ഗ്രീൻ ക്രാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് നൗ ഇത് നമ്മൾ ഗ്ലോബൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇന്ത്യ ഇസ് സെറ്റിംഗ് എ ഗ്ലോബൽ പ്രസിഡൻസ്. കാരണം വേറെ കൺട്രീസിലൊക്കെ ഇതിനെ ബാൻ ചെയ്യാൻ, ഇപ്പോൾ ചൈന, UK നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ബാൻ ദി ഫയർ വർക്ക്സ് ഇൻ ദി അർബൻ ഏരിയാസ് ഡ്യൂ ടു ദി എയർ ക്വാളിറ്റി കൺസേൺസ് ഒക്കെ. പക്ഷേ ഇന്ത്യയിലാണ് ഒരു മിഡിൽ പാത്ത് എന്നുള്ള രീതിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതായത് ഇന്ത്യ റിമെയിൻസ് ദി ഓൺലി കൺട്രി വിത്ത് എ ഫോർമൽ പ്രോഗ്രാം ഫോർ ഡെവലപ്പിംഗ് ആൻഡ് സർട്ടിഫൈങ് ലോ എമിഷൻ ഫയർ വർക്ക്സ്, സെറ്റിംഗ് എ ഡിസ്റ്റിങ്ക്ട് ഗ്ലോബൽ പ്രസിഡന്റ്. അപ്പോൾ നമുക്ക് ഇനി വേറെ ആരും നോക്കി പഠിക്കാനില്ല, വേൾഡിന് നമ്മളെ നോക്കി പഠിക്കാം. പക്ഷേ സ്റ്റിൽ വി ഹാവ് ടു ഇംപ്രൂവ്. നമ്മളും കുറച്ചുകൂടി ഇന്നോവേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലത്തെ എന്താ പറയുക, ഈ കുറേ കൂടെ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഒരു ഷോർട്ട് ടേം ഇമ്പാക്ട്, അതായത് ഈ ഗ്രീൻ ക്രാക്കേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഷോർട്ട് ടേം ഇമ്പാക്ട് ഭയങ്കര സിവിയർ ആയിരിക്കും. സ്മോക്ക് ആൻഡ് ഫൈൻ പാർട്ടിക്കിൾസ് റിലീസ് ചെയ്യുന്നത് അത് ഭയങ്കര മാറ്റർ ഓഫ് പേഴ്സ്. അതായത് ദിവാലിക്ക് മാത്രമല്ലേ നമ്മൾ അനുവദിച്ച് കൊടുക്കുന്നുള്ളൂ, ഞങ്ങളുടെയൊക്കെ അവകാശമല്ലേ, ഞങ്ങളുടെ സെലിബ്രേഷൻസ് ഒക്കെ ചെയ്യേണ്ടേ എന്നൊക്കെ പറയുന്ന ആൾക്കാരോടായി പറയുന്നത്. വളരെ കുറച്ച് ടൈമിലാണെന്നെങ്കിൽ പോലും എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വലിയൊരു സ്പൈക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് അവിടുത്തെ ആ ഒരു എസ്പെഷ്യലി ഡൽഹിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് വെച്ചിട്ട് ആ ഒരു പാർട്ടിക്കിൾസ് ഒക്കെ, റെയിൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ടോ. ബിക്കോസ് എന്താ, പൊല്യൂഷൻ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് നിൽക്കുമ്പം റെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ റെയിനിൽ അത് ഡിസോൾവ് ആയി താഴെ വന്നോളും. താഴെ വന്നാലും പ്രശ്നമില്ല, അത് ഡിസോൾവ് ആയിട്ട് അതിന് താഴെ വന്നോളും. പക്ഷേ അങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുന്നതും എല്ലാം നമ്മൾ ആ ഒരു കാറ്റായിരിക്കും. ഒരു ഗ്യാസ് ചേമ്പർ എന്നാണ് നമ്മൾ ഡൽഹിനെ തന്നെ വിളിക്കുന്നത് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിനകത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് മഴയൊക്കെ സഹായിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ, എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം. ഇത് അനശ്വര മാം അന്ന് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിനകത്ത് പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ നമ്മളൊരു എലിഫൻറ്റ് സെൻസസ് നമ്മൾ കണ്ടക്ട് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു, എലിഫൻറ്റ് എസ്റ്റിമേഷൻ. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ നമ്മളിത് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി FAQ പേജിൽ കേട്ടോ, ഇന്നലത്തെ FAQ പേജിൽ ദ ഹിന്ദുവിൽ മെനിഞ്ഞാന്നത്തെ പേജിനകത്ത് വന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു സ്ഥലത്ത് നല്ലൊരു ആർട്ടിക്കിളായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് മാത്രം നമ്മളത് എടുക്കുക കേട്ടോ. അപ്പോൾ വൈൽഡ് ലൈഫ് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് സ്റ്റാറ്റസ് ഓഫ് എലിഫൻറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എസ്റ്റിമേഷൻ സർവേ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇത് ഇപ്പോൾ റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസും കുറച്ചധികം എന്താ പറയുക ഡിബേറ്റ്സ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. കാരണം ഒരു പുതിയ ഒരു മെത്തേഡാണ് ഇതിനകത്ത് എംപ്ലോയ് ചെയ്തേക്കുന്നത്, DNA ബേസ്ഡ് മെത്തേഡ് എന്ന് അന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ മെത്തേഡൊക്കെ ചെയ്തത് കൊണ്ട് മേ ബി ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തത് ആര് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് പോയിന്റായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് 2017 ഏകദേശം 30,000 ഫിഗർ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം 22,500 സംതിങ്ങേ ഉള്ളൂ. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ DNA ബേസ്ഡ് മെത്തേഡ് ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുതിയൊരു മെത്തേഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു കറക്ഷൻ തന്നെ ഒരാവശ്യമുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്, ഇതിനെ ബേസ് ലൈൻ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് അതോറിറ്റീസ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നമുക്കത് മുഖവിലേക്ക് എടുക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ ദർ ഇസ് എ മാറ്റർ ഓഫ് ഫാക്ട്, ലൈക്ക് ആ ഒരു രീതിയിൽ പുതിയ മെത്തേഡ് എംപ്ലോയ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് കാൺ ബി കമ്പയർഡ് വിത്ത് സംതിങ് ദാറ്റ് ഇസ് ഡൺ യൂസിങ് എ പ്രീവിയസ് മെത്തേഡ്. അത് നമുക്ക് അത്ര കൃത്യമായിട്ടുള്ള ഡേറ്റ ഒരു കമ്പാരിസൺ ആയിരിക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഇത്രയും സ്റ്റീപ്പായിട്ട് കുറയുമോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചോദ്യം. അപ്പോൾ ഇത് വെറും സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള വന്നിട്ടുള്ള ഒരു പ്രശ്നമാണോ അല്ലെങ്കിൽ ശരിക്കും ഡിക്ലൈൻ ആവുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ഈ ഒരു ആർട്ടിക്കിളൊക്കെ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 1929 മുതൽ തന്നെ ഇതിൻ്റെ ഒരു എലിഫൻറ്റ് പോപ്പുലേഷൻ ഫസ്റ്റ് സെൻസസ് അവിടെയാണ് നടക്കുന്നത്. ഉത്തർപ്രദേശിന് ഉത്തരാഖണ്ഡിലാണ് നടന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഡയറക്റ്റ് കൗണ്ട് മെത്തേഡ് വെച്ചാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പലതുണ്ട്, ഡങ്ങിനെ മെഷർ ചെയ്യുക, അവർ വെള്ളം കുടിക്കാൻ പോകുന്ന സമയത്ത് ഡയറക്റ്റ് കൗണ്ടിങ് ചെയ്യുക ഓൺ എ പർട്ടിക്കുലർ ഡേ, അതായത് 3 ഡയറക്റ്റ് വിഷ്വൽ കൗണ്ട്സ് ഫ്രം 10 day interval. ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, എങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ അതിനെ മാറ്റിയിട്ടുണ്ട്, DNA ബേസ്ഡ് മെത്തേഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 1992 പ്രോജക്റ്റ് എലിഫൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ പല പ്രോജക്ട്സ് ഉണ്ട്. പ്രോജക്റ്റ് ടൈഗർ ഉണ്ട്, പ്രോജക്റ്റ് എലിഫൻറ്റ്, പ്രോജക്റ്റ് ഡോൾഫിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് പ്രോജക്റ്റ് എലിഫൻറ്റ് വന്നതോടെ ഈ ഷിഫ്റ്റ് ഇൻ ദി എസ്റ്റിമേഷൻ നമ്മളൊരു കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആക്കി, എവറി 5 years നമ്മൾ കൗണ്ട് ചെയ്യുന്ന രീതിക്കാക്കി പല മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ റൈറ്റ് നൗ ഒരു എന്താ പറയുക, അത് സിങ്ക്രണൈസ്ഡ് എലിഫൻറ്റ് സെൻസസ് ആക്ച്വലി നേരത്തെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് 2005, 2010, 2017 യൂസിങ് ദ ഡയറക്റ്റ് കൗണ്ട് മെത്തേഡ്. പക്ഷേ റൈറ്റ് നൗ എന്ന് പറയുക സിങ്ക്രണൈസ്ഡ് ഓൾ ഇന്ത്യ എലിഫൻറ്റ് എസ്റ്റിമേഷൻ SAIEE എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡ് 2021 മുതൽ 25 വരെ നമ്മൾ അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഈ SAIEE എന്ന് പറയുന്നിട്ടുള്ള സിങ്ക്രണസ് ഓൾ ഇന്ത്യ സർവേ എസ്റ്റിമേഷന് മുന്നേ നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് ഒരു എന്താ പറയുക 29,000 അല്ലെങ്കിൽ 30,000 അടുപ്പിച്ചോളം ഉണ്ടായിരുന്നു. ഡൗൺ ബൈ 87 ഫ്രം ദി 2012 കൗണ്ട്. അത് ചിലപ്പോൾ നാച്ചുറലി ഡെത്ത് ഒക്കെ സംഭവിക്കുന്നത് കൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്ക് വന്നേക്കാം. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അതിനനുസരിച്ച് റീപ്രൊഡക്ഷനും വേണം. ജസ്റ്റേഷൻ പീരീഡ് കുറച്ച് കൂടുതലാണ്, പക്ഷേ സ്റ്റിൽ നമുക്ക് എപ്പോഴും ഇൻക്രീസ് ഇൻ ദി പോപ്പുലേഷനാണ് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്, എൻവിസേജ് ചെയ്യുന്നത് അതാണ്. പക്ഷേ അത് കുറഞ്ഞത് തന്നെ ഇതാണ്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ SAI has revealed that
നമുക്ക് എന്താ പറയുക 22,000 സംതിങ് എലിഫൻസ് ഇപ്പോൾ ഉള്ളൂ. ദിസ് ഈസ് എ ഡ്രാസ്റ്റിക് ഡ്രോപ്പ് ഓഫ് ഏകദേശം 7,500 ഓവർ എ പീരീഡ് ഓഫ് ലാസ്റ്റ് 8 ഇയേഴ്സ്. 8 ഇയേഴ്സിൽ 7,000 അല്ലെങ്കിൽ 8,000 നമുക്ക് 7,500 അല്ല എലിഫൻസിനെ കുറയാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ഗ്രേവ് കൺസേൺ. ദർ ഇസ് എ മാറ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്കത് മാറ്റർ ഓഫ് കൺസേൺ തന്നെയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക ഒരു കമ്പാരിസൺ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ബിക്കോസ് ആൻഡമാൻ നിക്കോബാറിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു റീസണും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് എന്ത് എടുക്കാൻ വേണ്ടി പറ്റും, ഈ ഒരു പാരഗ്രാഫാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ആ ആർട്ടിക്കിൾ നമ്മൾ ചെറുതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബേസിക്കലി ഈ ഒരു 53% ഓഫ് ദി നമ്മുടെ എലിഫൻസും കാണപ്പെട്ടു വരുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ഏരിയയിലാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. കാരണം 4 പ്രൈമറി റീജിയൻസ് ഉണ്ട്. അതിനകത്ത് വെസ്റ്റേൺ ഗട്ട്സ് റീജിയനിലാണ് നമുക്ക് ഏകദേശം 50%ഓളം കൂടുതൽ നമുക്ക് എലിഫൻസ് കണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് കർണാടകയിലാണ് എന്നുള്ള കാര്യം. നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആന എന്നുള്ളത്. കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ആന. ഇനിയിപ്പോൾ കർണാടക കഴിഞ്ഞാൽ കേരളമാണ് നമുക്ക് തോന്നും, പക്ഷേ എന്നാൽ അങ്ങനെയല്ല. അവിടെയാണ് ഈ ക്യാച്ച് വരുന്നത്. ഓൾ ഇന്ത്യ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർണാടക കഴിഞ്ഞാൽ അസ്സാമിലാണ് ഏറ്റവും കൂടുതൽ. അസ്സാം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ നമ്മുടെ ഈ തമിഴ്നാടും പിന്നെ കേരളയും ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പോപ്പുലർ പെർസെപ്ഷൻ പോലെ അല്ല, വേറെയും സ്ഥലത്ത് ആനകളുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഒന്ന് ഓർത്തിരിക്കേണ്ടത്. ഫോളോഡ് ബൈ തമിഴ്നാട് വിത്ത് 3,000, കേരള വിത്ത് 2,700. പിന്നെ നമ്മൾ ഈസ്റ്റേൺ ഹിൽസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അതാണ് സെക്കൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയനിലേക്കാണ്. അപ്പോൾ അവിടെ സിക്കിമിലില്ല, പക്ഷേ അതല്ലാത്ത ബാക്കിയുള്ള സ്റ്റേറ്റ്സിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അസ്സാമാണ്. അസ്സാമിനകത്ത് 4,200 എലിഫൻസ് അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഗാൻജറ്റിക് പ്ലെയിൻസിലും സെൻട്രൽ ഇന്ത്യയിലും ഈ രീതിയിലേക്കാണ്. പക്ഷേ ഇവിടെയൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നതെന്നുള്ളതും നമ്മൾ ആ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്മെന്റേഷൻ ഇവിടെ നടക്കുകയാണ് എലിഫന്റ് ലാൻഡ്സ്കേപ്സിൽ, ബിക്കോസ് കമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് ലൈക്ക് ടീ ആൻഡ് കോഫി അത് എക്സ്പാൻഡ് ചെയ്യാണ്. ഇത് ബേസിക്കലി വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടാണ് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടിരുന്നത്. പിന്നെ ഇൻവേസീവ് പ്ലാന്റ്സും ഫാർം ലാൻഡ് ഫെൻസിങ്ങും പിന്നെ ഹ്യൂമൻ എൻക്രോച്ച്മെൻറ്റും ഒക്കെയാണ് ഈ വെസ്റ്റേൺ ഗട്ട്സിലെ ഇഷ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ വെസ്റ്റേൺ ഗട്ട്സിലെ മൈനിങ് ഒന്നുമില്ല. അപ്പോൾ ഈ മൈനിങ് എന്നൊക്കെ പറയുന്നത് സെൻട്രൽ ഇന്ത്യ നമ്മളത് കണ്ടിരുന്നു. സെൻട്രൽ ഇന്ത്യയിൽ മൈനിങ്ങും ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സും ഒക്കെ വരുമ്പം അവർക്ക് എലിഫൻറ്റിൻ്റെ സ്ഥലങ്ങളിൽ നമ്മൾ എൻകറേജ് ചെയ്യുമ്പം അങ്ങനെയാണ് കൂടുതലും അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുന്നു, ഹാബിറ്റാറ്റ് ലോസ്. അപ്പോൾ അത് മാത്രമല്ലാതെ അവർ ചിലപ്പോൾ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നമ്മൾ കാണാറുണ്ട്. അരിക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വലിയൊരു ന്യൂസൊക്കെ തന്നെ കേരളത്തിലുണ്ടായല്ലോ. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി അവർക്ക് നടക്കേണ്ട ആ ഒരു കോറിഡോർസിൽ നമ്മൾ എൻക്രോച്ച് ചെയ്ത് നമ്മുടെ വീടൊക്കെ കെട്ടുമ്പോൾ അവർക്ക് വേറെ പോകാൻ സ്ഥലമില്ലാതെ ഇവരിവിടെ വരികയും അപ്പോൾ നമ്മളൊരു ത്രെട്ടായി കണ്ട് നമ്മളൊരു ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ള രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു കാര്യം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ ഒന്നുമില്ല കേട്ടോ. ഇതിനകത്ത് കർണാടക ഹാർബേഴ്സ് ദി ഹയസ്റ്റ് നമ്പർ എന്നുള്ള കാര്യം. പക്ഷേ അതുപോലെ തന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മേജർ ഹോട്ട്സ്പോട്ട് ഫോർ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ള കാര്യം ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. ഈ ഒരു മാപ്പ് നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഡിജിറ്റൽ നോട്ട് ചെയ്യുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കാരണം ഇത് നമ്മൾ എലിഫൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും കൺസർവേഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മാപ്പ് വരയ്ക്കുമ്പം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഈ ഏരിയയിൽ എലിഫൻസ് ഉണ്ട്, നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ എലിഫൻറ്റ് ഉണ്ട്, ഈ പറഞ്ഞ ഈസ്റ്റേൺ ഇന്ത്യ റീജിയൻ എലിഫൻറ്റ് ഉണ്ട്, ഈ പറഞ്ഞ ഉത്തർകാശി റീജിയനിൽ എലിഫൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ 4 റീജിയൻസിന് ഇങ്ങനെ നമുക്ക് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രം തന്നെ ഒരു നല്ലൊരു റെപ്രസെൻറ്റേഷനായി മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിന്ന് മേജർലി നോക്കാനായിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് വേറെ ഒന്നുമല്ല, നമ്മൾ ആ ഷിഫ്റ്റ് ടു ദി ജെനറ്റിക് മാർക്ക് റീക്യാപ്ചർ മെത്തേഡിലേക്ക് നമ്മൾ മാറി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. വൈൽ ടൈഗേഴ്സ് ക്യാൻ ഇൻഡിവിജ്വലി ഐഡന്റിഫൈഡ് യൂസിങ് ദി ത്രൂ ദെയർ സ്ട്രൈപ്സ്. ബിക്കോസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ടൈഗർ നമ്മൾ കണ്ടു. അപ്പോൾ പ്രോജക്റ്റ് ടൈഗറിൽ നമ്മൾ ടൈഗറിനെ മോണിറ്റർ ചെയ്യണമല്ലോ. ടൈഗറിനെ മോണിറ്റർ ചെയ്യാൻ നമുക്കിപ്പം നമ്മുടെ ഈ ഫിംഗർ പ്രിൻറ്റ്സ് ഉണ്ടല്ലോ, ഈ ഫിംഗർ പ്രിൻറ്റ്സ് എല്ലാവർക്കും യുണീക്കാണ്. അതുപോലെ തന്നെ ടൈഗേഴ്സിന് അവരുടെ സ്ട്രൈപ്സും യുണീക്കാണ്. അത് വെച്ച് തന്നെ നമുക്ക് ആക്ച്വലി വേറൊരു പ്രോഗ്രാം തന്നെയുണ്ട്, എം സ്ട്രൈപ്സ് എന്ന് പറഞ്ഞിട്ട്, STRIPES എന്ന് പറഞ്ഞിട്ട്. അതായത് ടൈഗറിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇത് UPSC PYQവിൽ ചോദിച്ചതുമാണ് കേട്ടോ. UPSC PYQവിൽ എന്താണെന്നുള്ള കാര്യം ചോദിച്ചതുമാണ്. അപ്പോൾ ടൈഗറിന് അത് പറ്റും, പക്ഷേ എലിഫൻറ്റിന് അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ DNA സാമ്പിൾസ്, DNA ഡെഫിനറ്റ്ലി ഒരു ഇതിന് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് DNA സാമ്പിൾസിലേക്ക് നമ്മൾ പോയേക്കുന്നത്. പിന്നെ ഈ ഒരു ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇത് വേറെ ഒന്നുമില്ല. ഇതിൻ്റെ IUCN സ്റ്റേറ്റസ് പറയുന്നുണ്ട് ഏഷ്യൻ എലിഫൻറ്റിൻ്റെ എൻഡേഞ്ചേർഡ് ആണ് എന്നുള്ള കാര്യം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ ഈ പാച്ചിഡേംസ് എന്ന് പറയുന്നത് ഇത് വേറൊന്നുമല്ല, അത് നല്ല കട്ടിത്തോലുള്ള മാമൽസ്, വെരി ലാർജ് മാമൽസ് വിത്ത് തിക്ക് സ്കിൻ. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, എലിഫൻറ്റ് അല്ലെങ്കിൽ ഹിപ്പോപ്പൊട്ടാമസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ വേറെ എന്താ നമുക്ക് പറയാൻ പറ്റുന്ന ഇതേപോലത്തെ തിക്ക് സ്കിൻഡ് ആയിട്ടുള്ള മാമൽസിന് കാര്യമാണ് ഇതിനകത്ത് പാച്ചിഡേംസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാണ് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളത്. വേറൊന്നും ഇതിനകത്ത് നമുക്ക് ഒരു എന്താ പറയുക, സെക്യൂറിംഗ് ദെയർ കോറിഡോർസ്, അതായത് അവർക്ക് നടക്കേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് സെക്യൂർ ചെയ്ത് വെക്കുക. എക്കോളജിക്കലി എൻഫോഴ്സിംഗ് സേഫ് ഗാർഡ് ഫോർ പ്രോജക്ട് ക്ലിയറൻസ് ആൻഡ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സിനെ കൂടുതൽ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് വേണം ചെയ്യാനായിട്ട്.
ആയിട്ട്. പക്ഷേ ഇത് ഡിബേറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ് വെദർ വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ ദ ഫേസ് വാല്യൂ ഓർ നോട്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് മേജർലി ഡിസ്കസ് ചെയ്യാൻ വെച്ചിരുന്ന 3 ടോപ്പിക്സ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. നമുക്ക് ഇനി കുറച്ച് ചെറിയ ചെറിയ ആർട്ടിക്കിൾസിലേക്ക് നമുക്ക് കടന്നു പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ചന്ദ്രയാൻ 2 മേക്സ് ആൻ ഒബ്സർവേഷൻ ഓൺ ദി ലൂണാർ എക്സ്പോസിഷൻ എന്ന് പറയുന്നത്, എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കണ്ടോ ചേസ് പെയിൽ 2 എന്ന് പറയുന്ന പെയിലോഡ് ഓൺ ബോർഡ് ദി സ്പേസ് ക്രാഫ്റ്റ് ഓർബിറ്റർ ഷോഡ് ആൻ ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ പ്രഷർ ഓൺ ദ ഡേ ലൈറ്റ് ലൂണാർ സൈഡ്. ഇതിൻ്റെ ഒരു സയന്റിഫിക് ആസ്പെക്ട് നമ്മൾ കാണണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കംസ് ബിക്കോസ് ഒന്ന് ചന്ദ്രയാൻ 2 അല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ചന്ദ്രയാൻ 3 ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് എ ലേറ്റസ്റ്റ് മിഷൻ. പിന്നെ ഇതൊരു ന്യൂസിൽ വന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ലൂണാർ ഓർബിറ്റർ ഓഫ് ദി ഇന്ത്യ സെക്കൻഡ് മൂൺ മിഷൻ ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് എവർ ഒബ്സർവേഷൻ വന്നിട്ടുണ്ട്. കൊറോണൽ മാസ് റിജക്ഷൻ അത് നമ്മുടെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ കണ്ടോ സണ്ണിൽ നിന്ന് നമുക്ക് പുറത്ത് വരുന്ന ആ ഒരു കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് നമ്മൾ പറയും. അതായത് സോളാർ ഫ്ലെയർസ് എന്നുള്ള രീതിക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കൊറോണൽ മാസ് ഇജക്ഷൻസിനെ അത് എന്താ പറയുക, ഈ ആ ഒരു ചന്ദ്ര അറ്റ്മോസ്ഫിയർ കോമ്പോസിഷൻ എക്സ്പ്ലോറർ, അതാണ് ഈ ചേസ് 2 എന്ന് പറയുന്നത്, ഓൺ ബോർഡ് ദി ഓർബിറ്റർ ഓഫ് ദി ചന്ദ്രയാൻ 2 മിഷൻ. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രഷർ വേരിയൻസ്, ടോട്ടൽ പ്രഷർ ഡിഫറൻസ് ഇൻ ദി ഡേ സൈഡ് ഓഫ് ദി ലൂണർ എക്സ്പോസർ, അതിൽ ഇൻക്രീസ് സംഭവിച്ചു, അതിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബേസിക്കലി അത് ഇമ്പാക്ട് ഓഫ് ദി CME ഓൺ ദി മൂൺ എന്ന് പറയുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഇനി അണ്ടർഗോ ചെയ്ത് പോകുന്നതായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബേസിക്കലി ആ ചന്ദ്രയാൻ 2 8 എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ നമ്മൾ ഒരു ജസ്റ്റ് ഒരു പോയിന്റർ പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GSLV Mk3 ചന്ദ്രയാൻ 2 പോയത്. അതിൻ്റെ ലാൻഡർ എന്ന് പറയുന്നതിനെ നമ്മൾ വിക്രം എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്താ പറയുക, റിമെമ്പറിംഗ് ദി വിക്രം സാരാഭായ്, നമ്മുടെ ഇന്ത്യ സ്പേസ് മിഷൻ്റെ ഫാദർ എന്ന് കരുതപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായിനെ വെച്ചിട്ടാണ് നമ്മൾ വിക്രം ലാൻഡർ എന്ന് വെച്ചിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് മിഷൻ കുഡ് നോട്ട് സക്സീഡ് ഇൻ ദ ലാസ്റ്റ് മൊമെൻറ്റ്. ഒരു സോഫ്റ്റ് ലാൻഡിംഗ് ഓഫ് ദി ലാൻഡർ ചെയ്യുന്ന സമയത്ത് അതിൽ കമ്മ്യൂണിക്കേഷൻ ലോസ് ചെയ്തു. പക്ഷേ നമ്മുടെ ആ എന്താ പറയുക, ലൂണാർ ഓർബിറ്റർ ഉണ്ട്, ഓർബിറ്റർ നിന്ന് ഇപ്പോഴും അത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ളൊരു ഡേറ്റയാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഈ വിക്രമിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് ഈ പ്രഗ്യാൻ എന്ന് പറയുന്ന റോവർ കേട്ടോ. അപ്പോൾ അതും നമുക്ക് നഷ്ടപ്പെട്ടു. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഫൈൻ എന്നുള്ള കാര്യം. പക്ഷേ നമ്മൾ ചന്ദ്രയാൻ 3 നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. അപ്പോൾ ഇത് ബേസിക്കലി 2023 ഒരു ചോദ്യം വന്നിട്ടുണ്ട് മെയിൻസിൽ, UPSC മെയിൻസിനകത്ത് ഇത് ചോദ്യം വന്നിട്ടുണ്ട്. അത് ചന്ദ്രയാൻ 3 സക്സസ് ആയ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ ചന്ദ്രയാൻ 3 എന്തിനായിരുന്നു എന്നുള്ള സംഭവം ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് പേലോഡ്സ് എന്തൊക്കെയായിരുന്നു, ഇമ്പോർട്ടൻറ്റ് പേലോഡ്സ് ആൻഡ് അവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നു. അപ്പോൾ ഇത് ടെക്നിക്കലി നമുക്ക് കൂടുതൽ പഠിക്കൊന്നും വേണ്ട. പക്ഷേ ഈ സാധനങ്ങളൊക്കെ ചിലപ്പോൾ പ്രിലിംസിന് മേ ബി റിപ്പീറ്റഡ്, ഒന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സാധനം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലാൻഡറിനകത്ത് നമുക്ക് ഉണ്ടായിരുന്ന പേലോഡ്സ് എന്തൊക്കെയാണ്. റംഭ LP എന്ന് പറയുന്നതാണ്, ലാങ്മിയർ പ്രോബ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു എന്താ പറയുക ഡെൻസിറ്റി ആൻഡ് ചേഞ്ചസ് വിത്ത് എന്താ പറയുക സർഫസ് പ്ലാസ്മയിൻ്റെ ഡെൻസിറ്റി ആൻഡ് ചേഞ്ചസ് വിത്ത് ടൈം എന്നുള്ള കാരണം അത് കണ്ടുപിടിക്കാൻ വേണ്ടി ലാങ്മുയർ പ്രോബ് എന്ന് പറയുന്നത്. അപ്പോൾ റംഭ LP എന്ന് പറയുന്നത് ലാങ്മുയർ പ്രോബാണ്. പിന്നെ ചേസ്റ്റ് എന്ന് പറയുന്നത് അതും ചന്ദ്രാസ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ചേസ് ആണ്, ചേസ് 2 ആണ് ചന്ദ്രയാൻ 2 ഉണ്ടായിരുന്നത്. പക്ഷേ അത് അറ്റ്മോസ്ഫിയർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർഫസ് ആണ്, ചന്ദ്രാസ് സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെൻറ്റ് എന്നുള്ള കാര്യം. ലൂണാർ സർഫസിൻ്റെ നിയർ ദി പോളാർ റീജിയനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ILSA എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. അവിടുത്തെ എർത്ത് എന്ന് പറയാൻ പറ്റില്ല, മൂൺ ക്വേക്സ് നമുക്ക് പറയാം. അപ്പോൾ അവിടുത്തെ ആ സീസ്മിക് ആക്ടിവിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലാൻഡിംഗ് സൈറ്റിൽ ആ ലൂണാർ ക്രസ്റ്റ് ആൻഡ് മാൻറ്റിലിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ILSA ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആണ് നമുക്ക് ലാൻഡറിലുണ്ടായിരുന്നത്. പക്ഷേ റോവറിനകത്ത് ഒരു നമുക്ക് സ്പെക്ട്രോമീറ്റർ, എക്സ്റേ സ്പെക്ട്രോമീറ്റർ, അതാണ് APXS എന്ന് പറയുന്നത്. പിന്നെ ലിപ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേറൊരു സ്പെക്ട്രോമീറ്റർ, ലേസർ ഇൻഡ്യൂസ് സ്പെക്ട്രോമീറ്റർ. ഇത് രണ്ടും എന്താ പറയുക നമ്മുടെ ലൈക്ക് റോവറിലാണ് അതിനകത്ത് ഈ പോകുന്ന സമയത്ത്. അതായത് നമ്മുടെ ലാൻഡർ ലാൻഡ് ചെയ്തതിന് ശേഷം റോവർ പോകുമല്ലോ, അതിനകത്താണ് ഇത് വരുന്നത്. പിന്നെ ബേസിക്കലി ഒരു ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്, ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്ന് പറഞ്ഞ് സ്പെക്ട്രോ പൊളാരിമീറ്റർ എന്ന് പറയുന്നത്. ഈ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഈ സാധനങ്ങളൊക്കെ ഏതൊക്കെയാണ് ചന്ദ്രയാൻ 3 പാർട്ടായിട്ട് വരുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് കുറച്ച് പ്രിലിംസ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾസാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അതിന് മുന്നേ ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മൈക്രോബിയൽ ലിങ്ക് ബിറ്റ്വീൻ ദി ആർസനിക് ആൻഡ് സോയിൽ ഈൽഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇത് ബേസിക്കലി സയൻസിൽ വന്നതാണ്. കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട, നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർസനിക് പൊല്യൂഷൻ, ആർസനിക് കണ്ടന്റ് ഇൻ ദി സോയിൽ അത് വളരെ എന്താ പറയുക ഹാംഫുൾ ആണ് ഫോർ ദി എന്താ പറയുക പർട്ടിക്കുലർലി ദി റൈസ് കൾട്ടിവേഷൻ ആൻഡ് ഓൾസോ ദി അതർ പ്ലാന്റ്സ്. നമുക്ക് ആസ് എ ഹ്യൂമൻസിനും അത് ഒരുപാട് ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ആർട്ടിക്കിളുടെ ആംബിറ്റിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും ആർസനിക് സോയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഈൽഡ് കുറയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയത്. പക്ഷേ അത് ആർസനിക് കൊണ്ട് മാത്രമല്ല, നോട്ട് സോയിൽ ആർസനിക് ലെവൽസ് അലോൺ, പക്ഷേ ദ റൈസ് പാഡിലുള്ള മൈക്രോബ്സും ആണ് അതിൻ്റെ ഡിറ്റക്ട് ദി എന്താ പറയുക ടോക്സിസിറ്റി ഓഫ് ദി ആർസനിക് ഇൻ ദി സോയിൽ ആൻഡ് ക്രോപ്പ് ലോസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്രോപ്പ് ലോസിനെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ മൈക്രോബ്സ് ആണ് എന്നുള്ള സ്റ്റഡിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ മൈക്രോബിയൽ ബാലൻസ്, അത് 2 തരം മൈക്രോബ്സ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് കാണാം. ആ ഒരു മൈക്രോബിയൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്താലാണ് ഈ
ആർസനിക് പൊല്യൂഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആർസനിക് എന്ന് പറയുന്നത് ഒരു കാർസിനോജനിക് ആയിട്ടുള്ള ഒരു ടോക്സിനാണ്. ഇറ്റ് ബിൽഡ്സ് അപ്പ് ഇൻ ദി ഗ്രൈസ് ഗ്രീൻസ് ആൻഡ് ട്രിഗേഴ്സ് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ക്രോപ്പ് ലോസസ് ഉണ്ടാകും. ഏകദേശം 70% ആണ് ഇതിൻ്റെ ക്രോപ്പ് ലോസ് വരുന്നത്. കണ്ടീഷൻ ക്യാൻ റിസൾട്ട് അപ് ടു 70% yield ലോസ്. അപ്പോൾ ഈ ആർസനിക് കണ്ടാമിനേഷൻ ഇൻ ദി സോയിൽ കാരണം റൈസ് ഈൽഡിന് വരുന്ന പ്രശ്നത്തിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ഹെഡ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പോയിന്റ് ദറ്റ് വി ഹാവ് ടു നോട്ട്. സ്ട്രെയിറ്റ് ഹെഡ് എന്ന് പറഞ്ഞുണ്ടോ, സ്ട്രെയിറ്റ് ഹെഡ് ഡിസീസ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക ഫിസിയോളജിക്കൽ ഡിസോർഡർ ആണ്. അതൊരു ഡിസീസ് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പക്ഷേ പേര് ഇത് തന്നെയാണ് കേട്ടോ, സ്ട്രെയിറ്റ് ഹെഡ് ഡിസീസ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതൊരു ഫിസിയോളജിക്കൽ ഡിസോർഡർ ആണ് ഇൻ ദി റൈസ് ബിക്കോസ് ഓഫ് ദി അബ്സോർബിങ് ഓഫ് ദി ആർസനിക് കണ്ടന്റ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും അതിൻ്റെ എഫക്ട്സ് ഇതിനകത്ത് ജസ്റ്റ് പറയുന്നുണ്ട്. ഗ്രെയിൻസ് ഒക്കെ അൺഫിൽഡ് ആയിരിക്കും. ഗ്രെയിൻസ് ആ പാനിക്കിൾസിനകത്ത് ഗ്രെയിൻസ് അൺഫിൽഡ് ആയിരിക്കും. അത് ഇറക്റ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, അപ്രൈറ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, അത് ഗ്രീൻ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ സമയത്ത് ഒരുപാട് ഡ്രാസ്റ്റിക് എമൗണ്ട് ഓഫ് yield ലോസ് ഫോർ ദി റൈസ് കൾട്ടിവേഷൻ വരും. അപ്പോൾ ആ സ്ട്രെയിറ്റ് ഹെഡ് ഡിസീസസ് അസോസിയേറ്റഡ് വിത്ത് റൈസ് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു ദി ആർസനിക് കണ്ടാമിനേഷൻ എന്നുള്ള കാര്യമാണ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഇനി ആർസനിക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലത്തെ മൈക്രോബിയൽ ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് രണ്ട് തരം ഇതിനകത്താണ്. ആർസനിക് മിഥലേറ്റിംഗ് ബാക്ടീരിയയും ഡീമിഥലേറ്റിംഗ് ആർക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മൈക്രോബും. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള ബാലൻസ് ആണ്. ബിക്കോസ് ഈ ആർസനിക് മിഥലേറ്റിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്സ് ഈ ഓർഗാനിക് ആർസനിക് ഇൻ ടു ടോക്സിക് ഓർഗാനിക് ഫോംസ്. പക്ഷേ ഈ ഡീമെഥലേറ്റിംഗ് ആർക്കിയ എന്ന് പറയുന്നത് ഇറ്റ് അൺഡൂസ് ദി പ്രോസസ്. അപ്പോൾ ഈ രീതിയിൽ മെഥലേറ്റിംഗ് ബാക്ടീരിയ വെൻ ഇറ്റ് ഡോമിനേറ്റ്സ് ദ റൈസ് പ്ലാന്റ് അബ്സോർബ്സ് ദി എന്താ പറയുക DMA എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് മോർ ടോക്സിക് ഡെറിവേറ്റീവ് ആയിട്ടുള്ള DMMTA എന്ന് പറഞ്ഞ കോമ്പൗണ്ടും അത് ചെയ്യും. ദിസ് പോസസ് ഹെൽത്ത് റിസ്ക് എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ റീസൺ അതാണ്. പക്ഷേ ഈ നമ്മുടെ ഡീമിഥലേറ്റിംഗ് ആയിട്ടുള്ള ആർക്കിയ എന്ന് പറയുന്ന സാധനം നമുക്കതിൻ്റെ എഫക്റ്റിനെ റിവേഴ്സ് ചെയ്യും എന്നുള്ള സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും യങ്ങർ ആയിട്ടുള്ള സോയിൽ, അതായത് സോയിൽസ് യങ്ങർ ദാൻ 700 years എന്ന് പറയുന്നത് ഈ ആർസനിക് മെഥിലേറ്റിംഗ് ബാക്ടീരിയ ആയിട്ട്. അപ്പോൾ അത് എന്താ പറയുക ഈ സ്ട്രെയിറ്റ് ഹെഡ് ഡിസീസിൻ്റെ പ്രോബബിലിറ്റി കൂട്ടുന്നതാണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക സോയിലിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. പക്ഷേ 700 years മുന്നേ ഉള്ള സോയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതലും കാണപ്പെട്ടു വരുന്നത് ഡീമിഥലേറ്റിംഗ് ആർക്കിയാണ്, വിച്ച് ബ്രേക്സ് ഡൗൺ ദി DMA ആൻഡ് റെഡ്യൂസസ് ദി കോമ്പൗണ്ട്സ് ബിൽഡപ്പ് എന്നുള്ള കാര്യം. അപ്പോൾ റൈറ്റ് നൗ ഇതിനകത്ത് ഒരു പോയിന്റ് ഓഫ് ഇതുകൂടെ നമ്മൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കേണ്ടത്, ഇന്ത്യ ഇസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ഓഫ് റൈസ് എന്നുള്ള കാര്യം. ഈ സ്റ്റാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്റ്റാറ്റ് എങ്ങനെ തന്നെ പ്രിലിംസിൽ അങ്ങനെ തന്നെ നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ത്യ ഇസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആസ് വെൽ ആസ് കൺസ്യൂമർ ഓഫ് റൈസ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഒരു 700 years ബിഫോർ ഉള്ള സോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡീമിഥലേറ്റിംഗ് ആർക്കിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ആർസനിക് കണ്ടാമിനേഷൻ ഒക്കെ കൂടുന്നു. അതേപോലെ മൈക്രോബിയൽ ലെവൽസിലും ഈ രീതിയിൽ മാറ്റം വരുന്നത് കൊണ്ടാണ് yield ലോസസിന് ഒരു പ്രധാന റീസണായി മാറുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ കുറച്ച് പ്രിലിം സ്നിപ്പറ്റ്സ് ആണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന് എന്താ പറയുക EC റിവൈവ്സ് ദി എക്കണോമിക് ഇൻ്റലിജൻസ് പാനൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് 6 years 2014 ആക്ച്വലി ആദ്യം വന്നിരുന്നത്. പിന്നെ അത് ആക്ച്വലി നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. 2019 ഫസ്റ്റ് ടൈം ആ ഒരു സ്ട്രാറ്റജി ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. നമ്മൾ അതിൻ്റെ ഡിസ്കഷൻസ് ഇറ്റ് വാസ് ആക്ച്വലി ദ കമ്മിറ്റി വാസ് ഫോംഡ് ഇൻ ദി 2014 ഇലക്ഷൻസിൽ തന്നെ അത് ഫോം ചെയ്തു. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലക്ഷൻസ് ഇൻ ഇന്ത്യ നമ്മൾ പറയുന്നതിൻ്റെ മണി പവർ, മസിൽ പവർ എന്നുള്ള രണ്ട് പവേഴ്സിലാണ് കൂടുതലും നിൽക്കുന്നത്. അതായത് കാശ് കൂടുതലുള്ളവർക്ക് അല്ലെങ്കിൽ നല്ല അടിയാൾക്കളൊക്കെ കൂടുതലുള്ളവർക്ക് മസിൽ പവർ ഒക്കെ കൂടുതൽ നിൽക്കുന്നവർക്കാണ് ജയിക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതിനെ കേർബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ് നമുക്ക് ഇന്ത്യയിൽ എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് ഈ ഒരു എക്കണോമിക് ഇൻ്റലിജൻസ് പാനൽ എന്ന് പറയുന്നത് ഇറ്റ് കേർബ്സ് ദ യൂസ് ഓഫ് മണി, ലിക്കർ ആൻഡ് ഡ്രഗ്സ് വിച്ച് ഇസ് യൂസ് ടു ഇൻഫ്ലുവൻസ് ദി വോട്ടേഴ്സ്. അപ്പോൾ ബീഹാറിൽ ഇപ്പോൾ എലക്ഷൻ നടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ രീതിയിൽ അതിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ പാർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏകദേശം ഒരു 17 to 18 ഡിപ്പാർട്ട്മെൻറ്റ്സും ഏജൻസീസും ഇതിനകത്ത് പാർട്ടാവും, ഇൻക്ലൂഡിംഗ് ദ ED, CBI, അതേപോലത്തെ ഡയറക്ട് ടാക്സ് ബോർഡ്, ഇൻഡയറക്ട് ടാക്സ് ബോർഡ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് തന്നെ അപ്പോൾ ഈ രീതിയിൽ ടാക്കിൾ ദ യൂസ് ഓഫ് ക്യാഷ് ആൻഡ് അതർ ഇൻഡ്യൂസ്മെൻറ്റ്സ് ഇൻ ദി എലക്ഷൻസ് അതിനെ കർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് ഇന്നലത്തെ ഒരു സയൻസ് പേജിൽ വന്നതാണ്. ആൻസ് ഡിഫൻസ് അഗൈൻസ്റ്റ് ദി ഡിസീസ് ഇൻഡ്യൂസ്ഡ് ദ നെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ഇങ്ങനെ ചോദിച്ചു, സർട്ടൻ സ്പീഷീസ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസം ഇസ് വെൽ നോൺ ഫോർ ദി കൾട്ടിവേറ്റേഴ്സ് ഓഫ് ഫംഗൈ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ആൻസർ ആൻസ് ആണ് എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. വേറെ നമുക്ക് ചില എന്താ പറയുക, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എൻവയോൺമെൻറ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താ വിച്ച് ഓഫ് ദി ഫോളോയിങ് മേക്സ് എ ടൂൾ വിത്ത് എ സ്റ്റിക്ക് ടു സ്കേപ്പ് ദി ഇൻസെക്ട്സ് ഫ്രം ദി ഹോൾ ഇൻ എ ട്രീ ഓർ എ ലോഗ് ഓഫ് ഫുഡ് എന്നുള്ള കാര്യം. ഫിഷിംഗ് ക്യാറ്റ് ആണോ? അല്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഓട്ടർ അല്ല എന്നുള്ള കണ്ടു. സ്ലോത്ത് ബിയർ അല്ല എന്നുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെയാണോ നമ്മൾ ഒറാൻ ഗട്ടൺ? നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ഇതെന്താണെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ യുണീക്ക് ബിഹേവിയർ ഓഫ് ദി ആനിമൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസ് ഫാർ ആസ് പ്രിലിംസ് ഈസ് കൺസേൺ.
അതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഗാർഡൻ ആൻസ് ലൈക്ക് സ്പീഷീസ് ഓഫ് ആൻസ് ചേഞ്ച് ദർ നെസ്റ്റ് സ്ട്രക്ചർ ടു ലിമിറ്റ് ദി സ്പ്രെഡ് ഓഫ് ഡിസീസസ്. നമ്മൾ COVID-19 നടന്ന സമയത്ത് നമ്മൾ കുറേ ഇങ്ങനെ മാറിയൊക്കെ നിന്ന് ലൈക്ക് നമ്മൾ എന്താ പറയുക ഐസൊലേഷനിലൊക്കെ നിന്ന് ഒക്കെ നമ്മൾ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വാറന്റൈനിൽ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ഇമ്മ്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതാണ് ആൻസിനകത്ത്. വെൻ ദേ ആൻസ് ആർ എക്സ്പോസ് ടു ഫംഗൽ പാത്തജൻസ് ദേ ബിൽഡ് ദ നെസ്റ്റ് വെയർ എൻട്രൻസസ് ആർ ഫർദർ അപ്പാർട്ട് ആൻഡ് ടണൽസ് ഇൻ എ വേ ടു റെഡ്യൂസ് ദ കോൺടാക്ട്. ദേ ഓൾസോ പ്ലേസ് ചേമ്പേഴ്സ്. They also place the ants in chambers so that they will reduce the risk of spreading. അപ്പോൾ അങ്ങനെ the study suggests that ants use the built environment for a collective immunity system. കളക്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലേക്ക് വേണ്ടി അവർ ഈ ഒരു ആർക്കിടെക്ചറൽ ഇമ്മ്യൂണിറ്റി ചെയ്യും. അപ്പോൾ ഇതേ ടേം തന്നെ മേ ബി ഇറ്റ് ക്യാൻ കം. ആർക്കിടെക്ചറൽ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് സ്പ്രെഡ് അമംഗ് ദ ഡിസീസ് കുറയ്ക്കുന്നത് ഏതാണ്? നമുക്ക് ക്ലോസിലായിട്ട് നിൽക്കുന്നത് ആൻസ് ഉണ്ട്, ഹണി ബീസ് ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ കുറേ സാധനങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് തരാം. അപ്പോൾ ഇതിനകത്ത് ആർക്കിടെക്ചറൽ ഇമ്മ്യൂണിറ്റി ഇസ് സീൻ ഇൻ ആൻസ് എന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. അതാണ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ന്യൂസ് ഉണ്ട്. ഇത് ബത്തുക്കമ്മ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് സൺഡേ ലാസ്റ്റ് പേജിൽ വന്നൊരു ന്യൂസാണ്. അപ്പോൾ ബത്തുക്കമ്മ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ് ഇത് കണ്ടുവരുന്നത്. അത് എന്താ പറയുക, പീപ്പിൾ ഫ്രം ഓൾ ദി റിലീജിയൻസ് ആക്ച്വലി സെലിബ്രേറ്റ് ദാറ്റ് എന്നുള്ള കാര്യമാണ്. പർട്ടിക്കുലർലി വുമൺ എന്നുള്ള കാര്യമാണ്. റെഫറൻസ് ടു ദി നേച്ചർ, ദി സ്പിരിറ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് സെലിബ്രേഷൻ ഓഫ് വുമൺഹുഡ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ഗിന്നസ് വേൾഡ് ബുക്ക് റെക്കോർഡ് ബുക്കിനകത്ത് അത് കയറിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദി 63 foot ടോൾ ബത്തുക്കമ്മ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ റെക്കോർഡ് ബ്രേക്കിംഗ് സെലിബ്രേഷൻ നടന്നു. അപ്പോൾ ഇത് തെലങ്കാനയുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മേജർലി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ബത്തുക്കമ്മ ഫെസ്റ്റിവൽ ഇസ് കൾച്ചറൽ സിമ്പിൾ ഓഫ് തെലങ്കാന എന്നുള്ള കാര്യമാണ്. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വന്നതുകൊണ്ട് maybe it can form a question in the coming prelims. Okay, അപ്പോൾ ഇത് ജസ്റ്റ് ആക്ച്വലി 2 weeks ബിഫോർ തന്നെ ആക്ച്വലി നമ്മുടെ ഒരു ന്യൂസിനകത്ത് ഇത് വന്നിരുന്നു, വേറൊരു ന്യൂസിലാണ് അത് വന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആക്ച്വലി ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ മേ ബി യു മൈറ്റ് ഹാവ് സീൻ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പോൾസ് നമ്മൾ ഇടുന്നുണ്ട്. ഇതുവഴിയും നമുക്ക് കുറേ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ നിങ്ങൾ പോൾസ് കൃത്യമായിട്ട് പോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇൻസ്റ്റാഗ്രാമിലും പോൾസ് ഇടാറുണ്ട്. ഇത് യൂട്യൂബിലെ പോളിൻ്റെ ഒരു ജസ്റ്റ് സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ഇത് 2 weeks ബിഫോറേ നമ്മൾ ഇട്ടതൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് മേജർലി നോക്കാനായിട്ടുള്ള ന്യൂസ്. രണ്ട് ദേശിലെയും ന്യൂസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കിയെന്നുള്ളത് ജസ്റ്റ് ക്വിക്കായിട്ട് നമുക്ക് റീക്യാപ്പ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 3 എഡിറ്റോറിയൽസാണ് കണ്ടത്. നമ്മൾ മാവോയിസ്റ്റിൻ്റെ കാര്യം നമ്മൾ കണ്ടു. മാവോയിസ്റ്റ് ഇൻസർജൻസി കുറഞ്ഞു വരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ആക്ച്വലി മേജറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഡേറ്റ പോയിൻറ്റും ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനകത്ത് ഐ വിൽ സേ വൺ തിങ്, നിങ്ങൾ ലാസ്റ്റ് വരെ കാണുന്നുണ്ടോ എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു ഡോക്ടറിൻ്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ദ ഡോക്ടറിൻ യൂസ്ഡ് ബൈ ദി ഇന്ത്യൻ ഗവൺമെൻറ്. ആ ഒരു നമ്മളൊരു എസ് വെച്ച് തുടങ്ങുന്ന ഒരു സാധനം. അപ്പോൾ അത് എന്താണെന്നുള്ള ഒരു കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഗ്രീൻ ക്രാക്കേഴ്സിൻ്റെ കാര്യം നമ്മൾ കണ്ടു. അപ്പോൾ അത് ഫുള്ളി ഗ്രീൻ അല്ല, പക്ഷേ എന്നാലും ഇപ്പോഴത്തെ സമയത്തിന് അത് ഓക്കെയാണ് എന്നുള്ള രീതിക്കാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മുടെ എലിഫൻറ്റ് പോപ്പുലേഷൻ്റെ ഒരു സർവേയാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് ലാർജസ്റ്റ് എന്ന് പറയുന്നത് കർണാടകയിലാണ്, പിന്നെ അസ്സാമിലാണ്, പിന്നെ നമുക്ക് തമിഴ്നാട്ടിൽ വരുന്നുണ്ട്, പിന്നെ കേരളയിലാണ്. പിന്നെ നമ്മൾ ചന്ദ്രയാൻ 2 സാധനങ്ങൾ കണ്ടു. ചന്ദ്രയാൻ 3 പേലോഡ്സ് ആണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് കണ്ടക്സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ആർസനിക് പൊല്യൂഷൻ നമ്മൾ കണ്ടു. അതിൻ്റെ കാരണം റൈസ് ഈൽഡിൽ കുറവ് വരുന്ന കാര്യം കണ്ടു. അതിൻ്റെ കാര്യമാണ് നമ്മൾ സ്ട്രെയിറ്റ് ഹെഡ് ഡിസീസ് കണ്ടത്. ആർസനിക് പൊല്യൂഷൻ, സ്ട്രെയിറ്റ് ഹെഡ് ഡിസീസ് ഇൻ ദി റൈസ് എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ആൻറ്റിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ബിൽഡപ്പ് കണ്ടു. ബത്തുക്കമ്മ ഫെസ്റ്റിവൽ ഇറ്റ് ഇസ് ഇൻ ആന്ധ്രാപ്രദേശ് എന്നുള്ള കാര്യം കണ്ടു. അപ്പോൾ ഇത്രയാണ് നമ്മളിത് മേജറായിട്ട് കണ്ട ന്യൂസ്. അപ്പോൾ ടുമോറോ അനശ്വര മാം വിൽ ബി ടേക്കിംഗ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ഗുഡ് ബൈ.